ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഭയങ്കര ഒരു വിവാദമായിട്ടുള്ളൊരു പ്രശ്നമാണ് കിച്ചുവിൻ്റെത്. കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് രണ്ടു മൂന്നൊരു ലിങ്ക് അയച്ചു തന്നെയാണ് ഇന്നലെ അയച്ചു തന്നിട്ട് സജീന ഇതെന്താണ് ഇങ്ങനെ, ഇത് കറക്റ്റായിട്ടുള്ള കാര്യം എന്താണ്, ഇതിനെതിരെ ഒരു വീഡിയോ ഇതിനെതിരെ അല്ല, ഇത് കണ്ടിട്ട് ഒരു വീഡിയോ ഇടണേന്ന് പറഞ്ഞ് 2-3 പേര് ലിങ്ക് എനിക്ക് അയച്ചു തന്നു. ഞാൻ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കി. നമ്മളിപ്പോൾ ഒരു വീഡിയോയോ ഒരു പോസ്റ്റോ കണ്ട ഉടനെ അതെടുത്ത് വെച്ച് അന്നേരത്തെ റീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ വീഡിയോ ഇടുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ. അപ്പം ഞാനത് പറഞ്ഞ് ഒരു പ്രശ്നത്തിന് 2 വശങ്ങളുണ്ട്. ഒരു നാണയത്തിന് 2 വശങ്ങളുള്ള പോലെ തന്നെ ഒരു പ്രശ്നത്തിന് 2 വശങ്ങളുണ്ട്. അതിൽ വാദിയുമുണ്ട് പ്രതിയുമുണ്ട്. 2 പേരും എന്താണ് പറയാനുള്ളതെന്ന് കേട്ടതിന് ശേഷം മാത്രം വിധി കൽപ്പിക്കുന്ന അല്ലേ അതിൻ്റെ ശരി. അപ്പോൾ എന്തായാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ആ കിച്ചുവിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അതൊന്ന് കേട്ട് നോക്കാം. എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റുകളിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വോളിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, ഈ ഒരു വീഡിയോ മെൻഷൻ ചെയ്തിട്ടാണ് കിച്ചു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം, അതായത് ഞാൻ കാണാൻ പോകുന്നുണ്ട്, വിഷമമുള്ളവരുടെ വിഷമമൊക്കെ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടത് സകലമായ യൂട്യൂബേഴ്സും എടുത്ത് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ എടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാണാതെയും അതെടുത്ത് മെൻഷൻ ചെയ്യാതെയും കിച്ചു ഈ വീഡിയോ തന്നെ എടുത്ത് മെൻഷൻ ചെയ്തതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിയുടെ വീഡിയോ രേണുസുതി ലൈക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ അവൾ കൊളാബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിച്ചു ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം. രണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് ഇന്ന് കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. ഈ സബ്സ്ക്രിപ്ഷനകത്ത് അവൾ കാണിച്ച ഇതേ കാര്യങ്ങൾ ഇതേപോലെ തന്നെയാണ് അവൾ പല ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചിട്ടുള്ളത്, പല ആൽബത്തിലും അഭിനയിച്ചിട്ടുള്ളത്. അതൊന്നും കണ്ടിട്ട് കിച്ചുവിന് അന്നൊന്നും അതൊരു വൾഗറായിട്ടോ ഇത് അമ്മ കാണിക്കുന്ന എന്താണ് എന്ന് തോന്നി വിലക്കാൻ കിച്ചുവിന് എന്താ തോന്നാഞ്ഞത്? ഈ ഒരു കാര്യം ഈ ഒരു ഭാഗം മാത്രം എടുത്ത് കിച്ചു ഇത് പറയുന്നതിനകത്ത് യാതൊരുവിധ അർത്ഥവുമില്ല. കാരണം രേണുസുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അവൾ ഈ തുടക്കം മുതൽ ലവ് സീനായാലും ബെഡ്റൂം സീനായാലും അങ്ങനെ ഷോർട്ട് ഫിലിമിലായാലും ആൽബത്തിലായാലും ഇതേപോലെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിലധികമായിട്ടൊന്നും സബ്സ്ക്രിപ്ഷനിൽ അവൾ കാണിച്ചിട്ടുമില്ല, കാണിക്കുന്നുമില്ല. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പുറത്തുള്ള ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അന്നേരം ഒന്നും കിച്ചുവിന് ഈ ഒരു ഇത് തോന്നിയില്ല, അമ്മ അങ്ങനെ ഇനി പോവല്ലേ എന്നൊരു വാക്ക് പറയാൻ തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൻ്റെ ഈ ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് കിച്ചു പറയുന്നുണ്ടല്ലോ, ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ രേണുസുതി കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ക്രീൻഷോട്ട് ഞാൻ തന്നെ ഇവിടെ നിന്ന് വയ്ക്കും, ഒന്ന് കണ്ടു നോക്ക്. രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ഉടനെ ചോദിച്ചാൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അറിഞ്ഞായിരുന്നു. അപ്പോൾ തിരിച്ച് കിച്ചുവിൻ്റെ ഒരു മറുപടിയാണ് അപ്പം രേണുസുതി 500 സബ് കഴിഞ്ഞു, ഗുഡ്. ഒരു മോനാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി 500 സബ്സ്ക്രൈബ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഒരു മോൻ പറഞ്ഞു കൊടുക്കുകയാണ് ഗുഡ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ വീണ്ടും മെസ്സേജ് ഇട്ട് 600 കഴിഞ്ഞു, താങ്ക് യു, 180 റസ്, 180 രൂപ. അന്നേരം ആ സബ്സ്ക്രിപ്ഷനകത്ത് കയറണമെങ്കിൽ 180 രൂപ അടയ്ക്കണം. അപ്പോൾ അതിനാണ് 180 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കിച്ചു അങ്ങോട്ട് താന്ന്. അപ്പോൾ എന്ത് 180 രൂപ? അപ്പോൾ ഇവള് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിൻ്റെ റേറ്റാണ് പറഞ്ഞത്. അത് 180 റസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിന് കൊടുക്കാനാണ് താന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അത് ഇത്രയും ഗുഡ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ പെട്ടെന്ന് എന്താണ്, അതും 1 മാസത്തോളമായി ഈ ഒരു പരിപാടി നിർത്തിയിട്ട്
ഇങ്ങനെ ഒരു അസുഖം വന്ന് അത്രമാത്രം വേദനയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ഇപ്പം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? അവളൊരിക്കലും നിന്നെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവളൊരു വീഡിയോ ഇട്ട്, അത് സത്യമാണ്. ഞാൻ 11 വയസ്സ് മുതൽ വളർത്തിയ ഒരു കുഞ്ഞുണ്ട്, അവൻ എന്നെ ഇതുവരെയ്ക്കും കാണാൻ വന്നില്ല എന്ന് പറഞ്ഞതിൽ ആ അമ്മയുടെ ഒരു നോവ് കാണും. മാത്രമല്ല കുറേ യൂട്യൂബേഴ്സ്, ഒരുപാട് ആൾക്കാർ, നിനക്ക് തന്നെ നോക്കി അറിയാൻ പറ്റുമല്ലോ കിച്ചു, ഒരുപാട് ആൾക്കാർ ഈ കിച്ചു വീട്ടിൽ ചെന്നു, രേണുവിനെ കണ്ടു, ആശുപത്രിയിൽ പോയി, അവർ സംസാരിച്ചു, അവർ തമ്മിൽ സ്നേഹത്തിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് തമ്മിലേലിട്ട് ഒരുപാട് വീഡിയോ വന്നു. ആ വീഡിയോ കണ്ടിട്ടാണ് രേണുസുതി പറഞ്ഞത് കിച്ചു വന്നിട്ടില്ല എന്ന്. അല്ലാതെ നിന്നെ കടിച്ചിടാൻ എടുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കാനോ, ആൾക്കാരെ മുമ്പിൽ വലിച്ചിടാനോ, മാറ്റി പൊളിക്കാനോ ഇട്ട് കൊടുക്കാനൊന്നും അല്ല അവൾ അതങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. മനസ്സിലായി? കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ അവൾ ചെന്നു, കണ്ടു, പരിചയപ്പെട്ടു, സ്നേഹിച്ചു, തിരിച്ചു പോന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ബദലായിട്ടാണ് അവൾ അന്ന് വീഡിയോ ഇട്ടത് കാണാൻ വന്നില്ല എന്നുള്ളത്. നിന്നെ കടിച്ചു കീറാനും കുടഞ്ഞു കീറാനും ആൾക്കാരെ മുമ്പിലൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നെങ്കിൽ കിച്ചു, ഒരുപാട് കാര്യങ്ങളില്ലേ കിച്ചു, നിനക്ക് തന്നെ നിന്റെ ലൈഫ് എന്തായിരുന്നെന്നും നീ എന്തായിരുന്നെന്നും മറ്റുള്ളവരെ കാട്ടി കൂടുതൽ അറിയാവുന്ന വ്യക്തിയാണ് നീ. ഓക്കെ, അപ്പോൾ നീ വേണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. ഇപ്പം രേണു എന്ന് പറയുന്ന വ്യക്തി ഇപ്പം തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കാനില്ലാത്തൊരവസ്ഥയിൽ കിടക്കുക. മനസ്സിലായല്ലോ? ഇപ്പോഴും അല്ല, പണ്ടും അങ്ങനെയല്ലേ. തനിക്കെതിരെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അതിനെതിരെ എന്ത് വേണമെങ്കിലും, ഇപ്പം ഞാൻ മോശക്കാരി ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമാണ് രേണുസുതിക്കുള്ളത്. അത് നമ്മളെല്ലാവരും അറിയാൻ, കാണാൻ, കേൾക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നീ അങ്ങോട്ട് പറയുമ്പോൾ നീ സൂക്ഷിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നീ അത് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ ഒന്ന് കേട്ട് നോക്കാം. മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും, ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, ഞാനൊന്നും തിരിച്ചറിയും. അപ്പോൾ കിച്ചു രേണുസുതിക്ക് ഇട്ടെന്ന് പറയുന്ന മെസ്സേജ് ഇതാണ്. അതായത് മെയ് 13-ാം തീയതിയാണ് ഈ മെസ്സേജ് കിച്ചു രേണുവിന് അയച്ചിരിക്കുന്നത്. പറയാനാ മെസ്സേജ് ഇട്ടത്. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ ഇറങ്ങിയ ഒരു ആൾ ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടേ? എത്ര ഷോസും പ്രമോഷനും ഒക്കെ കിട്ടുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ജീവിച്ചൂടെ? ഫെയിമായി നിൽക്കുവല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കണം? ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തോ, അല്ലാതെ ഫെയിമുള്ള ആളല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഇരിക്കുക. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ്. ഋതപ്പനും ഇതൊക്കെ എഫക്റ്റ് ചെയ്യൂലേ? ഇവനും ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന അല്ലേ? അവൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ എടുക്കും അറിയില്ലല്ലോ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ കിച്ചു ഇട്ട മെസ്സേജിനകത്ത് നമുക്ക് യാതൊരുവിധ തെറ്റും പറയാൻ പറ്റില്ല. കാരണം ഒരു മകൻ അമ്മയോട് പറയേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞത് സമയം തെറ്റിപ്പോയി. അതായത് ഇവള് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കിച്ചുവിൻ്റെ നിലപാട് കിച്ചു വ്യക്തമാക്കണമായിരുന്നു. ഇപ്പോൾ രേണുസുതിയെ ചെളിവാരി എറിയുമല്ല, കിച്ചുവിനെയും ചെളിവാരി എറിയുമല്ല. കാരണം സംഗതി കഴിഞ്ഞു പോയതിനു ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് സ്വയം ചെളിവാരി എറിയുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ അത് വേണ്ടമ്മ, എന്തായാലും കുഞ്ഞൊന്നും അല്ലല്ലോ കിച്ചു. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ അവനും പറയുന്നുണ്ടല്ലോ, ഫോൺ യൂസ് ചെയ്യുന്ന ആളാണല്ലോ, അവനും അറിയാതിരിക്കുമല്ലോ ഇന്നതായിരിക്കും എന്നൊക്കെ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ രേണുസുതി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു. ഞാൻ ചോദിച്ചു, ഇടി കിച്ചു എന്തോ പറയും, ഇത് നീ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പം രേണു ഈ മെസ്സേജ് ഇന്നലെ അവൾ പബ്ലിഷ് ചെയ്തത്, ഇത് അയച്ച ആ സ്പോട്ടിൽ തന്നെ ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടപ്പോൾ അവൻ ഗുഡ് എന്നാണ് പറഞ്ഞത്. അവന് വിഷയമൊന്നുമില്ല. പിന്നെ പല ഇൻ്റർവ്യൂകളിലും പല ഇതിനകത്തും അമ്മ ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച്, അമ്മ ഇങ്ങനെ അഭിനയിക്കുന്നതിനെ കുറിച്ച്, അത് എനിക്ക് വിഷയമൊന്നുമില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ അമ്മ ജീവിക്കുന്ന, എനിക്ക് അതിലൊന്നും വിഷമമൊന്നുമില്ല എന്ന് കിച്ചു പറഞ്ഞു. അന്നത് പറയാനുള്ള റീസൺ എന്താണ്? കിച്ചുവിന് അവളിൽ നിന്നും എന്താ വേണമായിരുന്നു? സാമ്പത്തികം വേണമായിരുന്നു, സഹായങ്ങൾ വേണമായിരുന്നു. ഇപ്പം അവൻ ഒറ്റക്കാര്യം നിൽക്കാൻ തിരിഞ്ഞ് മാത്രമല്ല, ഇപ്പം നല്ല വൃത്തിക്ക് പുറവിരുന്ന് ചരട് വലിച്ച് പാവകളി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു നിമിഷത്തിൽ വന്ന്, അതായത് പ്രത്യേകിച്ചും എനിക്ക് കിച്ചു പറഞ്ഞതിനോട് ഞാൻ എതിർപ്പ് പറയുമല്ല, കാരണം ഒരു മകൻ്റെ ഒരു വിഷമം തന്നെയാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു അവസ്ഥ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നീ പറഞ്ഞ് വിലക്കിയിരുന്നെങ്കിൽ നിനക്ക് ന്യായം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ എല്ലാ ഇംഗത്തിൽ നിന്ന് ഒരു വിഹിതം നീയും പറ്റിയിട്ട്
ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ, അതായത് എങ്ങനെയുള്ളവളായിക്കോട്ടെ, എങ്ങനെ ഉള്ളവളോ ആയിക്കോട്ടെ, ഒരു മാസമായിട്ട് അവളിപ്പോൾ ഈ പ്രോഗ്രാം സബ്സ്ക്രിപ്ഷനകത്ത് വരികയോ ഒന്നും ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മാരകമായൊരു രോഗം പിടിപെട്ട് കിടക്കുന്ന ഈ ഒരു അവസരത്തിൽ കിച്ചു ചെയ്തത് ശരിയല്ല. അതെനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത് രേണുസുതി കൊടുത്ത റിപ്ലൈ ഇതാണ്. അതിന് ഞാൻ ലൈവാണ് പോയത്, എൻ്റെ ലിപ്പ് പൊട്ടിയിരിക്കുന്ന കാര്യമാണ് സംസാരിച്ചത്, അല്ലാതെ വൃത്തികേടായി ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് ബാക്കി കാണാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ട് അത്രേ വരുന്നുള്ളൂ അതിനകത്ത്. അത് കിച്ചുവിൻ്റെ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിയാണ് അത്ര കിട്ടിയുള്ളൂ. എനിക്ക് അതിൽ നിന്ന് മാസം പൈസ കിട്ടുന്നതെന്നായിരിക്കും പറഞ്ഞത്. അത് കിച്ചു പറയുന്നുണ്ട് അതിനകത്ത്, അങ്ങനെ ആയിരിക്കും പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു വിഷയം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്കത് വിലക്കായിരുന്നു. അപ്പം ഞാനിത് ചോദിച്ചപ്പോൾ തന്നെ അവൾ പറഞ്ഞത് കിച്ചു ഒന്നും ഗുഡ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് കിട്ടിയേച്ച് അവരതിൽ സപ്പോർട്ട് തന്നെയാണെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് അവൾ പറയാതെ തന്നെ നമുക്കറിയാം. പല ഇൻ്റർവ്യൂകളിലും കിച്ചുവിൻ്റെ അടുത്ത് രേണുസുതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് വിഷയമൊന്നുമില്ല, അമ്മ ചെയ്യുന്ന അമ്മയുടെ ഇഷ്ടമല്ലേ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇത് സംസാരിച്ചത് ശരിയായില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഇവിടെ നിൽക്കുന്നില്ല. ഇത് കിച്ചു ഇട്ട വീഡിയോയുടെ ഇത് റിയാക്ഷൻ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് വേറൊരു റിയാക്ഷൻ വീഡിയോ രേണുസുതി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് രേണുസുതി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വീഡിയോ ഞാനിപ്പോൾ ഉടനെ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തിയേക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.